നമസ്കാരം. ശ്രീകാ സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മണ്ണും ചകിരിച്ചോറും ഒന്നുമില്ലാതെ വഴുതന എങ്ങനെയാണ് നടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വൃക്ഷങ്ങളെല്ലാം ഇല പൊടിക്കുന്ന സീസണൊക്കെ കഴിയാറായി. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കളക്ട് വെച്ച കരിയിലാണ്, ഒരു ചാക്ക് നിറച്ച കരിയില കളക്ട് വെച്ചിരുന്നു. അപ്പൊ നമുക്ക് ഇതിലെ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ ബാക്ടീരിയൽ വാട്ടം ഉണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ തടതുരപ്പൻ പുഴുവിന്റെ ശല്യം ഉണ്ടാകുന്നത്. തണ്ട തുരത് കയറി ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ പൂത്ത് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് വാടി നിൽക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തോട്ട് എൻ്റെ എല്ലാം ഇങ്ങനെ വാടിപ്പോയി. ഒരെണ്ണം വാടി അടുത്ത വാടി പെട്ടെന്ന് വാടിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഈ രീതി അവലംബിക്കാന്ന് വെച്ചത്. ഇത് നിറച്ച് കരിയിലയാണ്. അപ്പം ഈ കരിയിലക്കകത്ത് നമ്മൾ ചാണകപ്പൊടി, അതുകൊണ്ടൊക്കെ വേപ്പമണ്ണാക്ക, എല്ലുപൊടി, റോക്സ് ഫോസ്ഫേറ്റ്, അല്പം ചാരം, ഇത്രയും മിക്സ് ചെയ്താണ് ഇത് നടാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നടുന്നുണ്ട് മണ്ണിലോട്ട് കണക്ഷൻ ഇല്ല, മണ്ണിൽ നിന്നുള്ള ബാക്ടീരിയ വാട്ടം ഉണ്ടാകത്തില്ല, അത് നമുക്ക് തടവുരപ്പം പുഴുവും ഉണ്ടാകത്തില്ല. നമുക്ക് ഇങ്ങനെ അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു ചാക്ക് നിറച്ച് കരിയിലെടുത്തിട്ട് വലിയ ചാക്കാന്നെ 3 എണ്ണം നടാൻ പറ്റും. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നടാനുള്ള സ്പേസ് ഉണ്ടാക്കും. കണ്ടോ, ഇതെല്ലാം ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കും. എന്നിട്ട് നമ്മുടെ വളക്കൂട്ട് ചാണകവും വേപ്പിണ്ണാക്കും എല്ലുപൊടിയും കുറച്ച് ചാരവും റോക്സ് ഫോസ്ഫേറ്റും ഒക്കെ മിക്സ് ചെയ്താണ്. അപ്പൊ കണ്ടോ, അപ്പൊ കുറച്ച് നിറയ്ക്കുക. ഇങ്ങനെ 3 കുടിയിലൂടെ കുറച്ച് ആവശ്യമുള്ളൂ. ഇപ്പൊ തൽക്കാലം നമ്മൾ നടുന്നതല്ലേ ഉള്ളൂ. ജൈവവളമാണ്. അപ്പൊ ഇതിനടുത്ത് നട്ടെന്ന് പറയാം യാതൊരു കുഴപ്പവും സംഭവിക്കത്തില്ല. രാസവളത്തിനകത്ത് പടരുന്നേ ഉള്ളൂ. നമുക്ക് തൈ ഇതിലേക്ക് നടാം. ഇത് പ്രത്യേകം വഴുതനയാണ്. ഇത്രയും വലിയ തൈ വേണം നമുക്ക് നടാൻ. കൊണ്ട് ഇത് നന്നായിട്ട് ഉറപ്പിച്ച് വെക്കുക. നമ്മുടെ മൊത്തം കരിയിലാണ് കിടക്കുന്നത്. അപ്പം മൂട് നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെക്കും. ഇങ്ങനെ നമ്മുടെ വലിയ 3 വഴുതനത്തെ നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതൊരു പരപ്പരുവായിട്ടുണ്ട്. കേട്ടോ, ഇങ്ങനെ. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും, ഈ വഴുതനത്തെ എന്താണ് ഇങ്ങനെ നട്ടേക്കുന്നത്. വഴുതന നമ്മളിങ്ങനെ അടുപ്പിച്ച് വേണം നടാൻ. ഇങ്ങനെ നട്ടിട്ട് സൈഡിൽ ഇങ്ങനെ കമ്പടിച്ച് വെച്ചേക്കുന്നില്ല. ഈ വഴുതന ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് ഇത് മറിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് കമ്പടിച്ചേക്കുന്നത്. ഇവിടെ അങ്ങ് നാട്ടി കൊടുക്കാമെങ്കിലേ അവിടെ ഇരുന്നോളുമല്ലോ. അപ്പൊ ഇനി നമ്മൾ നട്ടു കഴിഞ്ഞു, വളമൊക്കെ ഇട്ട് കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ ഇങ്ങനെ വാഴയുടെ ഇല വെച്ചേക്കാം. അപ്പൊ ഇതിന് മൂട് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്നോളൂ. വാഴയുടെ ഉണങ്ങിയ ഇല വെച്ചേക്കാം, ടൈറ്റ് ആയിട്ട് അങ്ങ് ഇരുന്നോളൂ. അപ്പൊ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ വഴുതനയുടെ നടിയിൽ പ്രോസസ്സ് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് 100% വിജയപ്രദമാണ്. കഴിഞ്ഞ വർഷം നമുക്ക് ഞാൻ ചാക്കി നട്ടൊരു കാച്ച, ചെറിയൊരു കാച്ചി നട്ട്. ഇത് നോക്കി ഇപ്പൊ ഒരു 10-15 കിലോ ഉണ്ട്. ഇത് ഇപ്പൊ കണ്ടോ പൊങ്ങുന്നില്ല. കണ്ടോ, വലിയൊരു കാച്ചിലായിട്ട് മാറിയിരിക്കുന്നത്. നിങ്ങൾ നോക്കി കണ്ടോ. ഇതൊക്കെ നട്ടു നോക്കാൻ നിങ്ങൾക്ക് വിജയപ്രദമാണ്. നമുക്ക് ചാക്കി കരിയിൽ നിറച്ച് കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലാം കൊണ്ട് നടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് ചവിട്ടിക്കൊണ്ട് നമ്മൾ നടണം. അപ്പൊ ഇത് കാച്ചിൽ പടർന്ന് കയറിയെങ്കിൽ മാത്രമേ നിറച്ച് കാപിടിക്കത്തുള്ളൂ, കിടങ്ങുണ്ടാവത്തുള്ളൂ. അങ്ങനെ ഈ മാവേ പടർന്നു കയറിയാണ് ഈ വർഷം കളയ്ക്കാൻ സമയമായപ്പോഴത്തേക്ക് വലിയൊരു കാച്ചിലായി. കുഞ്ഞൊരു 1/2 കിലോയുടെ ഒരു കാച്ചിലിട്ടത്. ഒരു 10 കിലോയുടെ കാച്ചിലുണ്ട് ഇത്. കണ്ടോ. അടുത്തൊരു വിഷയമേ അടുത്ത ദിവസം കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.